പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ഏപ്രിൽ മാസം 26-ാം തീയതി ശനിയാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അല്പസമയം കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് കാത്തുപരിപാലിച്ചില്ല. ഓർത്ത് നോക്കി എത്ര അത്ഭുതകരമായിട്ട് കഴിഞ്ഞ പകൽക്കാലം കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചത്. അനർത്ഥങ്ങളിൽ നിന്ന് വിടുവിച്ചു, രോഗങ്ങളിൽ നിന്ന് വിടുവിച്ചു. അങ്ങനെ കർത്താവ് തൻ്റെ ദൂതന്മാരെ കൽപ്പിച്ചയച്ച് നമ്മളെ സഹായിച്ചു. ഇന്നലത്തെ മീറ്റിങ്ങുകളെ അനുഗ്രഹമാക്കി തീർത്തു. കർത്താവിന് കരമുയർത്തി പറഞ്ഞേ, കർത്താവെ നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, സ്തോത്രം സ്തോത്രം. രാത്രികാലം സ്വസ്ഥമായി ഉറങ്ങുവാൻ കർത്താവ് സഹായിച്ചില്ലേ? ദൈവകൃപയെന്നല്ലാതെ നമുക്ക് എന്നാ പറയാനുള്ളത്? അതുകൊണ്ട് സന്തോഷത്തോടെ ഈ രാത്രി, ഈ പ്രഭാതത്തിൽ നമുക്ക് കഴിഞ്ഞ രാത്രിയിൽ കർത്താവ് തന്ന നന്മകൾക്കായിട്ട് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ഈ പ്രഭാതത്തിൽ നമ്മളെ ഉണർത്തിയതിനായിട്ട് കർത്താവിൻ്റെ സ്തോത്രം പറഞ്ഞാട്ട്. നമ്മൾ ഉണർന്നതല്ല, കർത്താവ് നമ്മളെ ഉണർത്തിയത്. നമ്മൾ എഴുന്നേറ്റതല്ല, കർത്താവ് നമ്മളെ എഴുന്നേൽപ്പിച്ചത്. അപ്പോൾ ആ കർത്താവ് ഉണർത്തിയതിനായിട്ട് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞ് കർത്താവിനോട് പറ, കർത്താവെ നന്ദിയോടെ സ്തോത്രം, അങ്ങ് ഞങ്ങളെ ഉണർത്തിയതിനായിട്ട് സ്തോത്രം, ആരോഗ്യത്തോടെ എഴുന്നേൽപ്പിച്ചതിനായിട്ട് സ്തോത്രം, സൗഖ്യത്തോടെ എഴുന്നേൽപ്പിച്ചതിനായിട്ട് കർത്താവിന് നന്ദി പറഞ്ഞു. ഈ പകൽക്കാലം കർത്താവ് നമ്മളെ കൈപിടിച്ച് നടത്തുന്നത് ഓർക്കുമ്പോൾ ഹല്ലേലൂയ സന്തോഷത്തോടെ സ്തോത്രം പറയാം. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. നന്ദിയോടെ സ്തോത്രം, 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 നന്ദിയോടെ സ്തോത്രം. അങ്ങെത്ര നല്ലവൻ, ഹല്ലേലൂയ, അങ്ങെത്ര നല്ലവൻ, മതിയായവൻ. എൻ്റെ യേശു എനിക്ക് നല്ലവൻ എന്ന് പറയുവാൻ ഇന്ന് പ്രഭാതത്തിൽ എത്ര പേർക്ക് കഴിയും? ആമേൻ. എത്ര പേർ കരങ്ങളെ ഉയർത്തി പറയും, എൻ്റെ യേശു എനിക്ക് നല്ലവനാ, എൻ്റെ യേശു എനിക്ക് മതിയായവനാ, എൻ്റെ യേശു 10,000-ങ്ങളിൽ ശ്രേഷ്ഠനാ, മറ്റാരിലും വലിയവൻ യേശുവാ, മറ്റാരേക്കാളും എനിക്ക് അടുപ്പം എൻ്റെ യേശുവിനോടാന്ന് പറയാൻ കഴിയുമോ? ആ കരം ഉയർത്തി ആ യേശുവിനെ ഒന്നുകൂടൊന്ന് സ്തുതിച്ച്, ഒന്നുകൂടൊന്ന് സ്തോത്രം പറഞ്ഞ്, ഒന്നുകൂടൊന്ന് നന്ദി പറഞ്ഞ്, ആമേൻ, ഒന്നുകൂടൊന്ന് സ്തോത്രം പറഞ്ഞ്. സങ്കീർത്തനക്കാരൻ പറയുന്നു, 98-ാം സങ്കീർത്തനം, യഹോവയ്ക്ക് ഒരു പുതിയ പാട്ട് പാടുവിൻ, കർത്താവ് അത്ഭുതങ്ങളെ പ്രവർത്തിച്ചിരിക്കുന്നു, കർത്താവിൻ്റെ വലങ്കയും കർത്താവിൻ്റെ വിശുദ്ധ ഭുജവും കർത്താവിന് ജയം നേടിയിരിക്കുന്നു. അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ആ നല്ല കർത്താവിന് ഈ പ്രഭാതത്തിൽ സന്തോഷത്തോടെ സ്തോത്രം പറഞ്ഞാണ്ട്. താങ്ക് യു ലോർഡ്. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. നമുക്ക് ഒരുമിച്ച് കർത്താവിന് സ്തോത്രം ചെയ്യാം. കർത്താവിൻ്റെ നാമത്തെ നമുക്ക് ഒരുമിച്ച് ഉയർത്താം, പ്രാർത്ഥിക്കാം. പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ നന്ദി പറയുന്നു. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. ഓരോരുത്തരെയും വ്യക്തിപരമായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. തൻ്റെ കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങൾ എന്തു തന്നെയാണെങ്കിലും അതിന്മേൽ ദൈവിക അത്ഭുതം നടക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ രോഗികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. എല്ലാ രോഗശക്തികളും യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകാൻ കൽപ്പിക്കുന്നു. ആരോഗ്യം നിൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ റിലീസ് ചെയ്യുന്നു, സൗഖ്യത്തെ റിലീസ് ചെയ്യുന്നു, ദൈവിക സമാധാനത്തെ റിലീസ് ചെയ്യുന്നു. കർത്താവേ, അതിവേദനകളാൽ ഭാരപ്പെടുന്നവർ, ആമേൻ ആമേൻ ആമേൻ, പലവിധ രോഗങ്ങൾ കാരണം അതിവേദന സഹിക്കുന്നവർ ഇന്ന് പ്രഭാതത്തിൽ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. നസ്രയനായ യേശുവിൻ നാമത്തിൽ ഈ പ്രഭാതത്തിൽ തൻ്റെ കുഞ്ഞുങ്ങൾ സൗഖ്യമാകട്ടെ. പൂർണ്ണാരോഗ്യം തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. കർത്താവ് ഇപ്പോൾ തന്നെ ആ വേദനയ്ക്ക് ശമനം കൊടുത്തതിനായിട്ട് സ്തോത്രം. നസ്രയനായ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. അതുപോലെ കർത്താവെ, എഴുന്നേറ്റ് നിൽക്കുമ്പോൾ തലകറങ്ങുന്നു, നടക്കുമ്പോൾ തലകറങ്ങുന്നു, ആ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരെ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് തരുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപ്പാ, ഈ പ്രഭാതത്തിൽ അവരെ സൗഖ്യമാക്കണമേ. അപ്പാ, ഈ പ്രഭാതത്തിൽ അവർക്ക് വിടുതൽ കൊടുക്കണമേ. പൂർണ്ണ ആരോഗ്യവും സൗഖ്യവും കൊടുത്ത് കർത്താവെ അങ്ങ് അവരെ വിടുവിക്കണം. ആ തലകറക്കം യേശുവിൻ നാമത്തിൽ സ്റ്റോപ്പ് ആകട്ടെ. അതിനെന്ത് കാരണമാണെങ്കിലും ഇപ്പോൾ ഞങ്ങൾ കൽപ്പിക്കുന്നു, നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ ആ തലകറക്കം മാറിപ്പോകട്ടെ. അതുപോലെ കർത്താവെ, കാലിൻ്റെ അടിഭാഗത്ത് വേദന മുഖാന്തരം നടക്കുവാൻ പ്രയാസമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു, ഇന്ന് പ്രഭാതത്തിൽ പൂർണ്ണ സൗഖ്യം പ്രാപിക്കട്ടെ. അതുപോലെ കർത്താവെ, ജോലിയില്ലാത്തവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജോലി സ്ഥലത്തുള്ള മാനസിക സംഘർഷങ്ങളെല്ലാം ഒഴിവാകട്ടെ. സ്വസ്ഥമായി ജോലി ചെയ്യുവാൻ കർത്താവ് ഇടവരുത്തി കൊടുക്കുന്നതിന് സ്തോത്രം. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറിപ്പോകട്ടെ. കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ഭാരങ്ങൾ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ. മാതാപിതാക്കൾ മക്കളെക്കുറിച്ച് വറീഡായിരിക്കുന്നവർ ഇന്ന് പ്രഭാതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ അതിനകത്തുനിന്ന് വിടുതൽ പ്രാപിക്കട്ടെ. കർത്താവ് വലിയ കാര്യങ്ങളെ അവരുടെ ജീവിതത്തിൽ ചെയ്യുന്നതിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അതുപോലെ ഞങ്ങൾ ഹല്ലേലൂയ ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന അഭിഷക്ത ദാസന്മാരെ അനുഗ്രഹിക്കുന്നു. അവരുടെ പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കുന്നു. കർത്താവ് വലിയ കാര്യങ്ങൾ ഈ പ്രഭാതത്തിൽ ചെയ്യുന്നതിനായിട്ട് സ്തോത്രം. വലിയ ഉണർവ് ലോകവ്യാപകമായി ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വലിയ ഉണർവുണ്ടാകട്ടെ, വലിയ ഉണർവുണ്ടാകട്ടെ.
ആമേൻ, ആട്ടിൻകൂട്ടത്തെ പോലെ ആമേൻ ദൈവമക്കളുടെ എണ്ണം വർദ്ധിച്ചു പെരുകട്ടെ. ഹല്ലേലൂയ. ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രവർത്തിച്ചതിനായിട്ട് സ്തോത്രം. ആമേൻ. വിടുതലുകളെ അയച്ചതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് പ്രത്യേക അനുഗ്രഹങ്ങൾ തന്ന് കർത്താവ് അനുഗ്രഹിക്കട്ടെ. സ്പെഷ്യൽ ഫേവർ എക്സ്പീരിയൻസ് ചെയ്യുവാൻ കർത്താവ് സഹായിക്കട്ടെ. പ്രത്യേകിച്ച് ഇന്ന് പ്രഭാതത്തിൽ ഓർപ്പിക്കാനുള്ളത്, നാളെ കഴിഞ്ഞ് കർത്താവ് അനുവദിച്ചാൽ ഇന്ത്യൻ സമയം 9:30 നമ്മുടെ സ്പെഷ്യൽ ഓൺലൈൻ മീറ്റിംഗ് ഉണ്ടാകും. അതിനുശേഷം ചൊവ്വ, ബുധൻ, വ്യാഴം 3 ദിവസങ്ങളിൽ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ ഉപവാസത്തോടും പ്രാർത്ഥനയോടുകൂടെ ഇരിക്കുന്ന ദിവസങ്ങളാണ്. പ്രത്യേകമായിട്ട് നിങ്ങൾ ഈ ദിവസങ്ങളെ നോട്ട് ചെയ്യുക. തിങ്കൾ നമുക്ക് സ്പെഷ്യൽ മീറ്റിംഗ് ഉണ്ട് ഓൺലൈനിൽ. അത് കഴിഞ്ഞാൽ ചൊവ്വ, ബുധൻ, വ്യാഴം 3 ദിവസം ഉപവാസ പ്രാർത്ഥനകളാണ്. പ്രാർത്ഥനയും ഉപവാസവും നമ്മൾ കർത്താവിൻ്റെ കൂടെ ഇരിക്കുവാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന ദിവസങ്ങളാണ്. അതുകൊണ്ട് പ്രാർത്ഥിക്കുക, അതിനുവേണ്ടി നിങ്ങളെ തന്നെ പ്രിപ്പയർ ചെയ്യുക, എന്നിട്ട് മീറ്റിങ്ങിൽ പങ്കെടുക്കുക കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 35-ാമത്തെ വാക്യം നമുക്ക് വളരെ സുപരിചിതമായ വാക്യം. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രവച ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. നമുക്കെല്ലാവർക്കും അറിയാം, കന്യക മറിയാമിൻ്റെ അടുക്കൽ ഗബ്രിയേൽ മാലാഖ തൻ്റെ റൂമിനകത്ത് ഇറങ്ങി വന്നിട്ട് പറയുക, നീ ഗർഭം ധരിക്കും, നീ ഒരു മകനെ പ്രസവിക്കും, ആമേൻ എന്നൊക്കെയുള്ള ദൂതുകൾ കൈമാറുക. അപ്പം മറിയ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇതെങ്ങനെ നടക്കും? ഇത് നടക്കാനുള്ള ന്യായം എന്തുവാ? കാരണം ഞാൻ വിവാഹിതയല്ല, പുരുഷനെ അറിഞ്ഞിട്ടില്ലാത്ത സ്ത്രീയാണ്. അപ്പോൾ ഇതെങ്ങനെ സംഭവിക്കും? അപ്പോഴാണ് പറഞ്ഞത്, അതിന് ദൂതൻ പറഞ്ഞത്, പരിശുദ്ധാത്മാവും നിൻ്റെ മേൽ വരും. അപ്പോൾ ഇതിനകത്തുനിന്നൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാനുള്ളത്, അസാധ്യമെന്ന് പറയുന്നത് സാധ്യമാകും നമ്മുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യാപരിക്കും. ആമേൻ. അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും നമ്മുടെ മേൽ ആമേൻ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യാപരിക്കുമ്പോൾ. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ നിങ്ങൾ കരം ഉയർത്തി പറയണം, കർത്താവേ അങ്ങയുടെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണം. ഒന്നുകൂടെ പറഞ്ഞേ, കർത്താവേ അങ്ങയുടെ ആത്മാവിനാൽ എന്നെ ഒന്ന് നിറയ്ക്കണം. നമ്മൾ പലപ്പോഴും കർത്താവേ ആ പ്രശ്നം പരിഹരിക്കണമേ, കർത്താവേ ഈ പ്രശ്നം പരിഹരിച്ച് തരണമേ എന്നൊക്കെയുള്ള നമ്മുടെ പ്രാർത്ഥനകൾ. എന്നാൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത്, കർത്താവേ ഞങ്ങളുടെ ഉള്ളിൽ ആത്മശക്തി തിളച്ചു മറിയട്ടെ, ആത്മാവിൻ്റെ സാന്നിധ്യം ഞങ്ങളിൽ നിറഞ്ഞു കവിയട്ടെ, ആത്മാവിൻ്റെ ശക്തിയിൽ കർത്താവേ മുന്നേറുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. കാരണം ആത്മാവ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ഭയങ്കര വ്യത്യാസങ്ങൾ, അസാധ്യമെന്ന് പറയുന്നതൊക്കെ സാധ്യമാകാൻ തുടങ്ങും. ശിംശോൻ എന്ന് പറയുന്ന ഒരു ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്ന ഒരു ന്യായാധിപനെ നമുക്ക് കാണാൻ കഴിയും. ശിംശോന്റെ പ്രത്യേകത എന്തുവായിരുന്നു? ശിംശോൻ സാധാരണക്കാരനായിരുന്നു, എന്നാൽ ശിംശോന്റെ മേൽ അസാധാരണ ആത്മശക്തി ഉണ്ടായിരുന്നു. ആത്മശക്തി അസാധാരണമായിരുന്നത് കൊണ്ട് ശിംശോൻ എല്ലാത്തിലും അസാധാരണ കാര്യങ്ങളാണ് ചെയ്തത്. ന്യായാധിപന്മാരുടെ പുസ്തകം 14-ാം അധ്യായം 5-6 വാക്യങ്ങൾ വായിക്കുമ്പോൾ, അങ്ങനെ ശിംശോനും അവൻ്റെ അപ്പനും അമ്മയും തിമ്നയിലേക്ക് പോയി. തിമ്നയ്ക്കരികെയുള്ള മുന്തിരിത്തോട്ടങ്ങളിൽ വെച്ച് എത്തിയപ്പോൾ ഒരു ബാലസിംഹം അവൻ്റെ നേരെ അലറി വന്നു. അപ്പോൾ യഹോവയുടെ ആത്മാവ് അവൻ്റെ മേൽ വന്നു. കയ്യിലൊന്നുമില്ലാതിരിക്കെ അവൻ അതിനെ ഒരു ആട്ടിൻകുട്ടിയെ പോലെ കീറിക്കളഞ്ഞു. താൻ ചെയ്തത് അപ്പനോടും അമ്മയോടും പറഞ്ഞുമില്ല. അപ്പം നമുക്കതിനകത്തൊന്ന് മനസ്സിലാക്കാം, ആത്മാവ് ശിംശോൻ്റെ മേൽ വന്നപ്പോൾ അവൻ ശിംശോൻ അങ്ങ് ശക്തനായി മാറി. അവൻ തൻ്റെ വെറും കൈകൾ കൊണ്ട് ഒരു സിംഹത്തെ എന്ത് ചെയ്തു? കീറി മുറിച്ച് കളഞ്ഞു. ആമേൻ. എപ്പോഴെങ്കിലും ഒരു സിംഹത്തെ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ സിംഹത്തിൻ്റെ ശക്തിയെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളവർക്ക് മനസ്സിലാകും, ശിംശോൻ ചെയ്തത് സാധാരണ കാര്യമല്ല, അതൊരു സാധാരണ മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. എന്നാൽ പരിശുദ്ധാത്മാവിന് മാത്രമേ അത് അവനിൽ ചെയ്തെടുക്കുവാൻ പറ്റുള്ളൂ. അപ്പം ന്യായാധിപന്മാരുടെ പുസ്തകം മുന്നോട്ട് പഠിക്കുമ്പോഴൊക്കെ നമുക്കറിയാം, അവൻ ദൈവത്തിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ശക്തമായി വന്നപ്പോൾ അവൻ കുറുക്കന്മാരെ ബന്ധിച്ച് ഫെലിസ്തീന്മാരുടെ തോട്ടങ്ങളിലേക്ക് അല്ലെങ്കിൽ വയലുകളിലേക്ക്, ശത്രുവിൻ്റെ വയലുകളിലേക്ക് എറിയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അത് കഴിഞ്ഞിട്ട് പിന്നെ ആത്മാവ് വന്നപ്പോൾ അവൻ ഒരു കാളയുടെ താടിയെല്ല് കൊണ്ട് അവൻ ശത്രുക്കളെ തോപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമേ ഉള്ളൂ, പരിശുദ്ധാത്മാവ് ഒരാളുടെ മേൽ വരുമ്പോൾ ആ വ്യക്തി വ്യത്യസ്തനാകും. ഇങ്ങോട്ട് നോക്കി, പരിശുദ്ധാത്മാവ് മറിയയുടെ മേൽ വന്നപ്പോൾ മറിയയുടെ ലൈഫ് വ്യത്യസ്തമായി. മറിയയിൽ അത്ഭുതം സംഭവിച്ചു. ശിംശോൻ അത്ഭുതങ്ങളെ ചെയ്യാൻ തുടങ്ങി. ഇതുപോലെ അതേ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത്. കരങ്ങൾ ഉയർത്തി പറ, എന്നിലൂടെ അസാധാരണ പ്രവൃത്തികളെ ദൈവാത്മാവെ അങ്ങ് ചെയ്യുന്നതിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നമുക്ക് ചെയ്യാൻ കഴിയാത്ത പല കാര്യങ്ങളുണ്ട്, എന്നാൽ ദൈവം നമ്മളിലൂടെ ചെയ്തെടുക്കുവാൻ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളുണ്ട്. നമ്മുടെ പ്രാക്ടിക്കൽ നോളജ് കൊണ്ടോ നമ്മുടെ എഡ്യൂക്കേഷൻ നോളജ് കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഫൈനാൻഷ്യൽ സ്ട്രെങ്ത് കൊണ്ടോ ഒന്നും പറ്റാത്ത പല കാര്യങ്ങളുണ്ട്. ദൈവം നമ്മളിലൂടെ അസാധാരണമായ കാര്യങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. അതിന് നമ്മൾ പരിശുദ്ധാത്മാവിന് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ ഹല്ലേലൂയ
നമുക്ക് അസാധ്യമായി തോന്നുന്നത് ഇന്ന് നമ്മളിലൂടെ സാധ്യമാകും. അത് ജോലി സ്ഥലത്താണെങ്കിലും, നിങ്ങളുടെ ബിസിനസ്സുകളിലാണെങ്കിലും, നിങ്ങളുടെ ശുശ്രൂഷയിലാണെങ്കിലും, കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളിലാണെങ്കിലും മറക്കരുത്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങൾക്ക് അസാധാരണമായ കാര്യങ്ങളെ ചെയ്യുവാൻ സാധിക്കും. അസാധാരണമായ ജ്ഞാനം പകരും, അസാധാരണമായ വാക്കുകൾ പകരും, അസാധാരണമായ ശക്തി പകരും, അസാധാരണമായ കൃപകൾ പകരും. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമ്മൾ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, ഇന്ന് ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെ മേലും അസാധാരണമായ ആത്മശക്തി പകരണമേ. ഇവരെല്ലാവരും അസാധാരണക്കാരായി മാറട്ടെ, ഇവരെല്ലാവരും വ്യത്യസ്തരായി മാറട്ടെ. മറ്റുള്ളവരെ പോലെ അല്ല, ആത്മാവിൻ്റെ ശക്തിയിൽ സംസാരിക്കുന്നവരായി, ആത്മാവിൻ്റെ ശക്തിയിൽ പ്രവർത്തിക്കുന്നവരായി, ആത്മാവിൻ്റെ ശക്തിയിൽ കാര്യങ്ങൾ ചെയ്യുന്നവരായി യേശുവിൻ നാമത്തിൽ ഇവർ മാറട്ടെ. ഞാൻ ഇവരെ അനുഗ്രഹിക്കുന്നു, ക്രിസ്തു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. യേശു ക്രിസ്തു, ആമേൻ, അവൻ്റെ നാമത്തിൽ നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ കടൽ തീരത്തിലെ